വൈകിട്ട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ടാക്കാൻ അറിയുന്നത് ഒന്നെങ്കിൽ എണ്ണയിൽ വറക്കുന്നതോ പൊരിക്കുന്നതോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏത്തപ്പഴം നമ്മൾ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇവിടെ ഏത്തപ്പഴം എന്നാണ് പറയുന്നത്, ചില സ്ഥലത്തൊക്കെ നേന്ത്രപ്പഴം എന്നാണ് ഇതിന് പറയുന്നത്. എന്നിട്ട് അത് നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് മൈദാമാവും ഒരു നുള്ളുപ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ പാലും ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് ചെറിയ രീതിയിലൊരു മാവ് ഉണ്ടാക്കുന്നത് പോലെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അത് വരാനായിട്ട്. എന്നിട്ട് നമ്മൾ പഴം വാട്ടിയെടുത്ത ആ ഒരു പാനിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നേരെയായിരുന്നു ശരിക്കും വെക്കേണ്ടത്, വെർട്ടിക്കലായിട്ട്. അതാകുമ്പോൾ നമുക്കൊരു റോള് പോലെ മടക്കിയെടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ മടക്കി വന്നപ്പോഴേക്കും അത് മസാല ദോശയ്ക്ക് മടക്കണ പോലെ ആയിപ്പോയി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി മടക്കിയെടുക്കുക. കുക്കായതിനു ശേഷം ഞാൻ അതിനെ റോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ആ ഒരു പഴം കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് അറേഞ്ച് ചെയ്തിരുന്നേനെ. പക്ഷെ അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ഉള്ളത് കൊണ്ട് അതിൽ മുക്കി ഇങ്ങനെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.